Hello friends, how are you? Fine. നമ്മുടെ ലെസൺ തീരാൻ പോവാണ്. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സാണ്. ലാസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇത് സംബന്ധമായ ലാസ്റ്റ് ക്ലാസ് എന്ന അർത്ഥത്തിലല്ല. അപ്പോൾ നമ്മൾ എ 3 വീൽഡ് റെവല്യൂഷൻ, ഇതിനകത്ത് നമ്മൾ കുറച്ച് ഗ്രാമർ ഐറ്റം ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് 3 ഐറ്റംസ് ആണ്. അതായത് idioms, phrasal verbs and loan words. ഇത് 3. ഇഡിയം എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കിക്ക് ദ ബക്കറ്റ്, ഒരു ഇഡിയം. കിക്ക് ദ ബക്കറ്റ് 3 വാക്ക് നമുക്കറിയാം. ബക്കറ്റിനെ തൊഴിക്കുക എന്നല്ലേ, ഒറ്റയ്ക്കൊറ്റയ്ക്ക് അതെടുത്ത് ഓരോ വാക്കിൻ്റെ അർത്ഥം എടുത്ത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ബക്കറ്റിനെ തൊഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കലും ഒരു പ്രീ ഡിഗ്രി, ഇപ്പോഴല്ല, പണ്ട് ഒരു എക്സാമിനേഷൻ ഒരു കുട്ടി വാക്യത്തിൽ പ്രയോഗിക്കാന്ന് പറയുന്നുണ്ട്, കിക്ക് ദ ബക്കറ്റ്. ആ കുട്ടി എഴുതി വെച്ചു, ദ ഓൾഡ് മാൻ ഗോട്ട് ആംഗ്രി ഇൻ ദ ബാത്റൂം ആൻഡ് കിക്ക് ദ ബക്കറ്റ്. പക്ഷെ അതിൻ്റെ കിക്ക് ദ ബക്കറ്റിൻ്റെ അർത്ഥം മരിക്കുക എന്നാണ്. ഓരോ വാക്കുകൾ എടുത്ത് നമുക്ക് അതിൻ്റെ അർത്ഥം കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇൻഡിവിജ്വൽ വേർഡ്സ് യു കനോട്ട്, ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. ഇഡിയം ഇസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആൻഡ് ഇൻഡിവിജ്വൽ വേർഡ്സ് ഓരോ വാക്കുകൾ എടുത്തിട്ട് അതിൻ്റെ മൊത്തം അർത്ഥം കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അതാണ് ദ ഓൾഡ് മാൻ കിക്ക് ദ ബക്കറ്റ് എന്ന് പറയുന്നത്, ദ ഓൾഡ് മാൻ ഡൈഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ ബക്കറ്റിനെ തൊഴിച്ചെന്നല്ല, ബാത്റൂമിൽ ബക്കറ്റിനെ തൊഴിച്ചെന്നല്ല അതിൻ്റെ അർത്ഥം. മനസ്സിലാവുന്നത് അതുപോലെയാണ് ഇതെല്ലാം നോക്കിയേ. അതായത് നമ്മുടെ ഇവിടെ നമുക്ക് ഇവിടെ ഒരു 18 ഇഡിയംസ് ഉണ്ട്. പക്ഷെ നല്ലതാണ് കേട്ടോ, ഇഡിയംസ് പഠിക്കുന്നതും ഇഡിയംസ് ഉപയോഗിക്കാൻ പറ്റുവാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. നമ്മുടെ ആ ഭാഷ ഉണ്ടല്ലോ, അതിൻ്റെ ആ ലെവൽ വളരെ ഉയരും. മനസ്സിലായി? അപ്പോൾ നമുക്ക് നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ഇഡിയംസ് ഇതൊക്കെയാണ്. ഒന്ന്, എഹെഡ് ഓഫ് ദ കർവ്. എഹെഡ് ഓഫ് ദ കർവ് മീൻസ് യു തിങ്ക് എഹെഡ് ഓഫ് ദ കോമ്പറ്റീഷൻ എന്നാണ്. ഇൻ അഡ്വാൻസ്, അതായത് ഇപ്പം നമ്മൾ 2 കമ്പനികൾ മത്സരിക്കുകയാണ്. അതിനകത്ത് വൺ ഓഫ് ദി കമ്പനീസ് തിങ്ക് എഹെഡ് ഓഫ് ദി കർവ് എന്ന് പറഞ്ഞാൽ അവർ, നമ്മൾ പറയില്ല, 1 മുഴം മുന്നേ എറിയുക, അത്രയേ ഉള്ളൂ സംഗതി. മലയാളത്തിൽ പറയും 1 മുഴം മുന്നേ എറിയുക. അതാണ്. ഫോർ എക്സാമ്പിൾ, MRF ഓൾവേസ് തിങ്സ് എഹെഡ് ഓഫ് ദി കർവ്. MRF എന്ന് പറഞ്ഞാൽ മദ്രാസ് റബ്ബർ ഫാക്ടറി ലിമിറ്റഡ്. ഞാൻ മദ്രാസ് റബ്ബർ ഫാക്ടറി ലിമിറ്റഡിൻ്റെ പേര് പറയാൻ കാരണം ഞാൻ ഒരു കാലത്ത് അതിനകത്ത് വർക്ക് ചെയ്തിരിക്കുന്നതാണ്, അതുകൊണ്ടാണ് കേട്ടോ. MRF തിങ്സ് ഓൾവേസ് എഹെഡ് ഓഫ് ദ കർവ് എന്ന് വെച്ചാൽ മറ്റുള്ള കമ്പനികൾക്കാണെങ്കിലും മുന്നേ ചിന്തിക്കുന്ന ഒരു കമ്പനിയാണ് MRF, ടയർ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം. രണ്ടാമതാണ് കട്ട് കോർണേഴ്സ്. കട്ട് കോർണേഴ്സ് എന്ന് പറഞ്ഞാൽ ചെലവ് ചുരുക്കുക എന്നതാണ്. അല്ലെ എളുപ്പത്തിലൊരു കാര്യം ചെയ്യുക, ചെലവ് ചുരുക്കുക. ഓൾഡ് പീപ്പിൾ ഓൾവേസ് കട്ട് കോർണേഴ്സ് ബിഫോർ ദേ അറേഞ്ച് എനി സീരിയസ് മാറ്റേഴ്സ്. അല്ലേ? പഴമക്കാരെപ്പോഴും എങ്ങനെയാണ് എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാമെന്നാണ് അവർ നോക്കുന്നത്. They cut corners before they arrange a feast, like before they arrange a celebration. Cut corners. Moonavathu, to be old-fashioned. To be old-fashioned means almost the same meaning. Some people, for example, bell-bottom pants are seen or are considered to be old-fashioned. Bell-bottom. നമ്മൾ ഓർക്കുന്നുണ്ടോ ഒരു കാലത്ത് നമ്മുടെ പാൻസിൻ്റെ ലാസ്റ്റ് ഭാഗമുണ്ടല്ലോ, ബെല്ല് പോലെ ഇരിക്കുക, വലിയൊരു ഒരു പാത്രം കമത്തിയോണ്ടിരിക്കും, അതുപോലെയായിരുന്നു. ടുഡേ ഇറ്റ് ഈസ് ഓൾഡ് ഫാഷൻ. ബെൽ ബോട്ടം പാൻസ് are old fashioned today. And then you have 24/7. 24/7 എന്നുള്ളത് നമുക്ക് എപ്പോഴും അറിയാമെന്നല്ലേ. That means instead of saying that 7 days and a week, all the 7 days of a week, they say 24/7. The shop will be open 24/7. എല്ലാ ദിവസവും തുറക്കുന്നതാണ്. 5th one is ballpark number. Ballpark number means ഒരു എസ്റ്റിമേറ്റിന് അർത്ഥം, കൃത്യമായ കണക്കല്ല, എസ്റ്റിമേറ്റ്. If you go to a jewelry shop, first they will give you a ballpark number. ആദ്യം അവർ ജുവലറിക്കാരൊരു എസ്റ്റിമേറ്റ് തരും, എന്നിട്ടേ ഉള്ളൂ നമുക്ക് ബില്ല് തരുള്ളൂ. ballpark number. And big picture overall picture. Before drawing the structure of a building, the architect gives you a big picture. Overall picture, big picture. Number 7, go on a trip. Go on a trip means
some people like to go on trips during holidays. Simple idea. 8, get down to business means start business. Get down. Instead of wasting our time, let us get down to business. Some waste some business start here. Groundbreaking is innovative, brand new. See, this online teaching program is an innovative or groundbreaking decision taken by the government. Groundbreaking. Corona വന്നുകൊണ്ട് ഉള്ള ഒരു തിങ്കിങ് അല്ലേ അത്. ഗ്രൗണ്ട് ബ്രേക്കിംഗ്, ഇന്നോവേറ്റീവ്, ന്യൂ. എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുന്നത്? ഗ്രൗണ്ട് ബ്രേക്കിംഗ്. 10, in a nutshell എന്ന് പറഞ്ഞാൽ in short. See, at the end the lecturer concluded his words in a nutshell saying that all that glitters is not gold. ഇപ്പം അവസാനമായപ്പോഴത്തേക്കും ലെക്ചർ പറഞ്ഞു, ലെക്ചർ എന്താണെന്ന് പറഞ്ഞു, അവസാനം പറഞ്ഞതെല്ലാം കൂടെ സംഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്: all that glitters is not, മീനുന്നതെല്ലാം പൊന്നല്ല. അതേപ്പറ്റി ഞാൻ സംസാരിച്ചു. നട്ഷൽ, ഇൻ എ നട്ഷൽ. പേ അണ്ടർ ദ ടേബിൾ. പേ അണ്ടർ ദ ടേബിൾ മീൻസ് റെക്കോർഡിൽ ഇല്ലാതെ പൈസ കൊടുക്കുക. കാരണം റെക്കോർഡ് വഴി കൊടുക്കുമ്പോഴത്തേക്കും ഈ ടാക്സ് കൊടുക്കണം. അത് തെറ്റായ കാര്യമാണ്. സി, എംപ്ലോയീസ് ഷുഡ് നെവർ പേ അണ്ടർ ദ ടേബിൾ ടു ദെയർ employees should never pay under the table to their employees. ഇപ്പം നമ്മളെ ഉടമസ്ഥ അല്ലാതെ നമ്മളെ ജോലിക്ക് നിർത്തുന്നവർ ഒരിക്കലും ജോലിക്കാർക്ക് അണ്ടർ ദ ടേബിൾ പേയ്മെന്റ് നടത്തരുത്. അതായത് റെക്കോർഡിലാണ്ട് എല്ലാം കൊടുക്കാവുള്ളൂ. 12th, think out of the box means think differently, think out of the box. See, the government thought out of the box. The reason, and that is the reason why now we are enjoying online classes. Fine, very good. On your toes. On your toes means be ever ready. Be on your toes. Exams are coming near. Ready ആയിരിക്കുക, എക്സാം വരുന്നു എന്നുള്ളതാണ്. Then add insult to injury. അത് ഭയങ്കര സംഭവം. Add insult to injury. ഒരുത്തനെ തല്ലിയേച്ച് അവനെ ചീത്തയും കൊണ്ട് വിളിക്കുക. Add insult to injury. For example, sometimes what happens, some teachers, example, beat the children and send them out. That is adding insult to injury. Talliyo pinne irakkinga viduka. Adana adding insult to injury. 15, once in a blue moon. That's valuable. Once in a blue moon, I get a lottery. And lottery is so once in a blue moon I get a lottery. And for 16, last straw avasanathe aani nakkum parayum. The avasanathe idana. So the last straw on the camel's back ennaanu. Appam oru camels oru ഒട്ടകത്തിന് ചുമക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം ചുമട് പിന്നെ ഒരു കച്ചിത്തും കൂടെ വെച്ചാൽ അത് ചത്തു പോകും. അതുപോലെ തന്നെ ലാസ്റ്റ് സ്ട്രോ സഹിക്കാവുന്ന പരമാവധി എന്നുള്ളതാണ്. മനസ്സിലായോ? The teacher beat him and sent him out, and that was the last straw on the camel's back. So, Sahiyananda Paramavati, last straw. And 17, sit on the fence. Sit on the fence means decision regarding in a wavery in the. See, some people sit on the fence before taking a definite decision. ഒരു ഡിസിഷൻ എടുക്കുന്നതിന് അവരിങ്ങനെ അത് വേണം ഇത് വേണം ഇങ്ങനെ ചിന്തിച്ച് അതോ ഇതോ എന്നുള്ളതാണ്. ആൻഡ് 18, miss the boat. Miss the boat means miss an opportunity. So you remember 7 virgins in the Bible missed their boat. ഓർക്കുന്നുണ്ടോ കന്യകമാരുടെ കഥ? അപ്പം മണവാളം വന്നപ്പോൾ അവിടെ ഓയിലില്ല, അവർക്ക് they missed the opportunity. Clear ആയി? Okay, now we have got the next one, phrasal verbs. Phrasal verbs എന്താണ്? ഒരു verb followed by a preposition ആണ്, preposition. അതിന് പറഞ്ഞാൽ ഒരു പ്രത്യേക മീനിങ് ഒക്കെ വരാൻ സാധ്യത. ഉദാഹരണത്തിന് bring up, ഞാൻ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. bring up means വളർത്തുക. I was brought up by my aunt. entered into means ഒരു കാര്യത്തിൽ ഏർപ്പെടുക. he entered into an argument with the bank. made up എന്ന് പറഞ്ഞാൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കുക, ഇല്ലാത്ത ഉണ്ടാക്കുക എന്നുള്ളതാണ്. she made up a whole story. ചിലപ്പോൾ പിള്ളേരുടെ ചോദിക്കുക താമസം എന്താ ചോദിക്കുമ്പോൾ അവരൊരു കഥ ഉണ്ടാക്കും. Set up means to build. Father set up a factory for me. Pass away means മരിക്കുക. The pass away pass by വ്യത്യാസമുണ്ട് കേട്ടോ. So then
ഇത് ഒരിക്കലും ഒരാൾ അനൗൺസ് ചെയ്തിരിക്കുക അന്നേരം പറഞ്ഞു ഇന്നയാള് പാസ് ബൈ എന്നാണ് പറയേണ്ടത്. അപ്പോഴത്തേക്കും മൈക്കിൽ കൂടെ അനൗൺസ് ചെയ്യാണ് ഒരാൾ സോ പാസ്ഡ് ബൈ ദ സ്റ്റേഡിയം എന്ന് പറയുന്നതിന് പകരം സോ പാസ്ഡ് അവേ ദ സ്റ്റേഡിയം അങ്ങനെ സംഭവിച്ചിട്ടുള്ള കാര്യം നിങ്ങളോട് പറയുന്നതുള്ളൂ. സോറി, പാസ് അവേ ദ ലീഡർ പാസ്ഡ് അവേ യെസ്റ്റർഡേ. ഡു വിതൗട്ട് നമുക്ക് അതില്ല പറ്റിയല്ല. ഐ കാൺ ഡു വിതൗട്ട് മൈ mobile phone. Look forward to expecting them. We look forward to meeting our friends. Call off. Stop. He called off the quarrel with his neighbors. എന്നും വഴക്കാം. അപ്പോൾ ഒരു ദിവസം വേണ്ടാന്ന് വെച്ചു. Make up for MAKE എന്നുണ്ട് കേട്ടോ. MAKE അത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. കറക്റ്റ് ചെയ്തേക്കണേ, എൻ്റെ പേന ഇല്ലാത്തതാണ്. Make up for means compensate for. You should make up for the loss. നഷ്ടം പരിഹരിക്കണം. Carry away. The class was carried away by the enthusiasm. നിങ്ങൾ പുസ്തകത്തിൻ്റെ കൊടുത്തിട്ടുള്ളതാണ് enthusiasm. enthusiasm ആർത്തം, ഭയങ്കരമായ ആഗ്രഹം. Carried away, mood. Break out means to war broke out between. Start ചെയ്തത് war broke out between. Run out means ഇല്ലാതെ. I was run out of breath. ഓടി നമ്മൾ കഥയ്ക്കുമ്പോൾ നമുക്ക് ശ്വാസം ഇല്ലാതെ പോകുന്നത്. റണ്ണൗട്ട്. പുട്ടപ്പ് വിത്ത് ഒരു കഷ്ടിച്ച് ഒരാളുമായിട്ട് ചേർന്ന് പോകാന്നുള്ളത്. ഐ കാൺ പുട്ടപ്പ് വിത്ത് മൈ റൂംമേറ്റ്, മൈ ന്യൂ റൂംമേറ്റ്. കീപ്പ് അപ്പ് മീൻസ് ഇറ്റ്സ് നൈസ് ടു കീപ്പ് അപ്പ് ദ ഗുഡ് വർക്ക്. കീപ്പ് അപ്പ് മീൻസ് കണ്ടിന്യൂ. It's nice to keep up the good Samaritan's work. Make your ear that I'm sorry. Okay friends, now we have got the laundries. Biscuits French ആണ്, നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെയുണ്ട്. ആ ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ കുക്ക്ഡ് ടോയ്സ് എന്നാണ് ബിസ്ക്കറ്റ്. The next one is etiquette. Etiquette is also French. യഥാർത്ഥത്തിൽ എറ്റിക്കേറ്റിൻ്റെ തുടക്കം എങ്ങനെയാണെന്ന് വെച്ചാൽ രാജകൊട്ടാരങ്ങളിൽ അവർ അനുവർത്തിച്ചുകൊണ്ടിരുന്ന ചില ചിട്ടകളാണ് എറ്റിക്കേറ്റ് എന്ന് പറയുന്നത്. അത് പിന്നീട് അത് സാധാരണ ജീവിതത്തിലേക്ക് വന്നതാണ്. certain observances that they had in court. ഇപ്പോൾ രാജാവ് വരുമ്പോൾ തന്നെ എല്ലാവരും മുട്ടുകുത്തി, ഇതൊക്കെ അതാണ് എറ്റിക്കേറ്റ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വീട്ടിലൊരു ബിഷപ്പ് വരുവാണെങ്കിൽ അല്ലെ നമ്മളെന്താ ചെയ്യുന്നത്, നമ്മളെല്ലാവരും മുട്ടുകുത്തി നിൽക്കില്ല എന്ന് പറയുന്ന പോലെ. ഒരു എക്സാമ്പിൾ പറയുന്നത് ബിഷപ്പ് അല്ലെ മിനിസ്റ്ററാണ്, മിനിസ്റ്റർ വലിയ വലിയ ആളുകൾ. അപ്പോൾ അതിനാണ് എറ്റിക്കേറ്റ്. ഫ്രഞ്ച് വാക്കാണത്. റിക്ഷ എന്ന് പറയുന്നത് ജാപ്പനീസാണ്. ഹ്യൂമൻ പവർ എന്നാണ് അതിൻ്റെ അർത്ഥം. ഹ്യൂമൻ പവർ, റിക്ഷ. ദെൻ മെൻഡർ എന്ന് പറയുന്ന ഒരാളുടെ പേരാണ് സത്യം പറഞ്ഞത്. നിങ്ങൾ കേട്ടില്ല ഓഡിസി എന്ന് കേട്ടില്ലേ? ഓഡിസി റിട്ടൺ ബൈ ഹോമർ. അതിനകത്ത് ഓഡിസേസിൻ്റെ മകൻ്റെ പേരാണ് ടെലമാക്കസ്. ഓഡിസേസ് ട്രോജൻ വാറിൽ യുദ്ധം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ടെലമാക്കസ് മകനെ ഒരു മെൻഡർ എന്ന് പറയുന്ന ആളെ ഏൽപ്പിക്കുകയാണ്. ഇവനെ നീ വളർത്തണം, ഞാൻ കുറച്ചാൾ കഴിഞ്ഞേ വരുള്ളൂ, ഇവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പം ആ മെൻഡർ എന്ന് പറയുന്ന ആ ക്യാരക്ടറിൻ്റെ പേരാണ് ഈ മെൻഡർ എന്നുള്ളത്. എന്ന് വെച്ചാൽ ഒരാൾ സംരക്ഷിക്കുക, ഒരാളെ നോക്കി അന്വേഷിക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം, മെൻഡർ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പോർട്ട്ഫോളിയോ. ഇറ്റാലിയൻ ആണ്. പോർട്ട എന്ന് പറഞ്ഞാൽ ക്യാരി എന്നർത്ഥം. പോർട്ട മനസ്സിലായോ? പോർട്ടബിൾ എന്ന് കേട്ടില്ലേ? പോർട്ടബിൾ അതായത് കൊണ്ടു നടക്കാൻ പറ്റുന്ന പോർട്ടബിൾ ബാഗ്, എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ബാഗ്. ചിലർ ഉരുട്ടിക്കൊണ്ട് പോകുന്ന ബാഗ്, ഇത് എടുത്തോണ്ട് പോകും. ഇപ്പം പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ പേപ്പറിന് അർത്ഥമുള്ളൂ. ഇപ്പോൾ കൊണ്ടു നടക്കാവുന്ന പേപ്പർ അർത്ഥം. ചില ഫയൽ തന്നെ. ഫോളിയോ എഡിഷൻ, ക്വാർട്ടോ എഡിഷൻ ഓഫ് ഷേക്സ്പിയർ എന്ന് കേട്ടിട്ടില്ലേ? ഷേക്സ്പിയറിൻ്റെ നാടകങ്ങൾ 2 തരത്തിലുള്ള എഡിഷനിൽ കിട്ടും. ഒന്ന് ഫോളിയോ എഡിഷൻ മീൻസ് ഫുൾ പേപ്പർ, ആ ഷേപ്പിൽ കിട്ടും. ചിലത് ക്വാർട്ടോ, ഞാൻ വെച്ചാൽ 200 രൂപേൻ്റെ ബുക്കിൻ്റെ സൈസിലുള്ള എഡിഷൻസ്, അതിനാണ് ക്വാർട്ടോ എഡിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ വി ഹാവ് ഗോട്ട് ട്രാഫിക് ഇറ്റാലിയനാണ്. വരിക പോവുക എന്നതിൻ്റെ അർത്ഥം. വരിക പോവുക അതാണ് ട്രാഫിക് എന്ന് പറയുന്നത് ഇറ്റാലിയൻ. ആൻഡ് ദെൻ ലാസ്റ്റ് വൺ ഈസ് entrepreneur that we have seen. Entrepreneur അങ്ങനെയല്ല, ഫ്രഞ്ചിൽ പറയുന്നത് അങ്ങനെയാണ്. ഞാൻ ആദ്യം പറയല്ലോ, ഞാൻ ഫ്രഞ്ച് പഠിച്ചിട്ടില്ല, ഞാൻ കേട്ടിട്ടുള്ള പ്രൊണൗൺസിയേഷൻ ഇതാണ്. എൻ്റെ പെൻ്റെ എന്ന് പറഞ്ഞാൽ entrepreneur എന്ന് പറയുന്ന വാക്ക് ഫ്രഞ്ച് ലാംഗ്വേജാണ്. ഇത്രയായിട്ട് നിങ്ങൾക്കെല്ലാം മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ പുസ്തകത്തിലുണ്ട് ഇതെല്ലാം. ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് സഹായിച്ചത് മാത്രമേ ഉള്ളൂ. എൻ്റെ ഭാഗത്തുനിന്നൊരു ചെറിയ തെറ്റ് പറ്റിയിരുന്ന ഐ അപ്പോളജൈസ്. ദാറ്റ് ഈസ് മേക്ക്
അതുതന്നെയല്ല ഞാൻ ഇന്ന് പേന എൻ്റെ പെൻ എൻ്റെ വൈറ്റ് മാർക്കർ എടുത്തില്ല, അതും എൻ്റെ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് അതിനൊക്കെ ഞാൻ നിങ്ങളോട് അപ്പോളജൈസ് ചെയ്യുന്നു. എന്നിട്ട് ഫോർ ദ ടൈം ബീങ് ബൈ. ഓക്കെ, ഇനി നമുക്ക് കാണാം അടുത്ത ലെസൺ എന്നാണെന്നറിയോ? ദീദി. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദീദി? ചേച്ചി. നല്ലൊരു പേരല്ലേ ചേച്ചി. ചേച്ചി ആരുടെയാണ് ചേച്ചി? എന്തുകൊണ്ടാണ് അവരെ ചേച്ചി എന്ന് വിളിക്കുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ദീദി എന്ന് പറഞ്ഞാൽ ഹിന്ദിയാണ്. ദീദി എന്ന് വെച്ചാൽ നമ്മളെ തമിഴിൽ തങ്കച്ചി എന്നൊക്കെ പറയും. തങ്കച്ചി എന്ന് പറഞ്ഞാൽ അനിയത്തി എന്നാണ് തമിഴിൽ. യെസ്, എന്തെങ്കിലും അങ്ങനെ ഓരോ പേരുകളൊക്കെ ഉണ്ട്. നമ്മൾ പറയില്ലേ, നമ്മൾ ചേച്ചി, നമ്മൾ കുഞ്ഞമ്മ, പേരമ്മ എന്നൊക്കെ പറയും എന്ന് പറയുന്നത് ദീദി. ഓക്കെ, സോ ബൈ, സീ യു. പരീക്ഷ എടുത്തു വരുന്നു. ഒട്ടും ബി ഓൺ യുവർ ടോസ്. ഒട്ടും അമാന്തം വിചാരിക്കരുത്. ഇതാണ് എല്ലാം ഓൺലൈനായിരുന്നു എന്ന് വിചാരിച്ച് നിങ്ങൾ മടുപ്പൊന്നും തോന്നിയേക്കരുത്. ഞാനും എൻ്റെ ഒരു ചെറിയ സഹായം ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഓൺലൈനിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതാണ്. നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ, സീ യു.